ഹായ് ഗായ്സ് collegemunshi.com പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ശ്രീ സത്യസായി മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അബൌട്ട് ദ കോളേജ്, സീറ്റ് മെട്രിക്സ് എങ്ങനെയാണ്, അഡ്മിഷൻ പ്രോസസ് എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചർ, മാനേജ്മെന്റ് കോട്ട, NRI കോട്ട, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. ശ്രീ സത്യസായി മെഡിക്കൽ കോളേജ് അഫിലിയേറ്റഡ് ടു ശ്രീ ബാലാജി വിദ്യാപീഠമാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റി കൂടിയാണ് ശ്രീ സത്യസായി മെഡിക്കൽ കോളേജ് എന്നുള്ളത്. ലൊക്കേറ്റ് ചെയ്യുന്നത് തമിഴ്നാട് ചെങ്കൽപ്പേട്ട് എന്ന സ്ഥലത്താണ് ഈ കോളേജ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ കോളേജിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ശ്രീ സത്യസായി മെഡിക്കൽ കോളേജ് എന്നുള്ളത്. 135 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വിശാലമായ ക്യാമ്പസ് ആണ്. ശ്രീ സത്യസായി മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന് തന്നെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അവരുടെ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, അത്ര അധികം നല്ല രീതിക്കാണ് ഈ ഒരു കോളേജ്, മെഡിക്കൽ കോളേജ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 1120 ബെഡഡ് ഹോസ്പിറ്റൽ കൂടിയാണ് ശ്രീ സത്യസായി മെഡിക്കൽ കോളേജ് എന്നുള്ളത്. അവിടെ എമർജൻസി ബെഡ്സ് ആയിട്ട് വരുന്നത് 30 എമർജൻസി ബെഡ് ആയിട്ടുള്ളത്. ശ്രീ സത്യസായി മെഡിക്കൽ കോളേജിന്റെ നിങ്ങൾ സീറ്റ് മെട്രിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 സീറ്റ്സ് ആണ് ഈ ഒരു കോളേജിന് ആകെ ഉള്ളത്. അതിൽ മാനേജ്മെന്റ് സീറ്റ് 227ഉം NRI സീറ്റ്സ് 23ഉമാണ് ഉള്ളത്. ത്രൂ MCC മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇവിടെ ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22 ലക്ഷം പെർ ഇയർ ആണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരിക. ഒരു MBBS കാൻഡിഡേറ്റിന് 4.5 വർഷം 5 വർഷം 5.5 വർഷത്തേക്ക് 22 ലക്ഷമാണ് പെർ ഇയർ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരിക. ഇപ്പൊ നിങ്ങൾ ഒരു NRI കാൻഡിഡേറ്റ് ആണെന്നെങ്കിൽ $50,000 ആണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരിക, പെർ ഇയർ നിങ്ങൾ ചെയ്യേണ്ടി വരിക. ഇനി ഇവരുടെ ഡോക്യുമെന്റ് റിക്വയർഡ്സ്, നിങ്ങൾക്ക് ശ്രീ സത്യസായി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ MCC ത്രൂവേ പോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ വേണ്ടത്. നീറ്റ് UG അലോട്ട്മെന്റ് ലെറ്റർ വേണം, നീറ്റ് സ്കോർ കാർഡ് ആൻഡ് റാങ്ക് ലെറ്റർ വേണം, 10th സ്റ്റാൻഡേർഡ് മാർക്സ് കാർഡ് വേണം, 12th സ്റ്റാൻഡേർഡ് മാർക്സ് കാർഡ് വേണം, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണം, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം, ബ്ലഡ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് വേണം, കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ് കോപ്പി ഓഫ് സ്റ്റുഡന്റ് വേണം, പാൻ കാർഡ് കോപ്പി ഓഫ് എ പാരന്റ്, ഫോട്ടോഗ്രാഫ്സ് 3 റീസെന്റ് ഫോട്ടോഗ്രാഫ്സും വേണം, പ്ലസ് അറ്റസ്റ്റ് 3 കോപ്പികളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഒരു NRI സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് കോപ്പി ഓഫ് എ പാരന്റ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ എംബസി, എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ പാരന്റ്, ഇൻകം ടാക്സ് ഡോക്യുമെന്റ് റിക്വയർഡ് ആസ് പെർ ദ ഇൻകം ടാക്സ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പ്ലസ് അറ്റസ്റ്റ് കോപ്പികൾ നിങ്ങൾക്ക് വേണം കേട്ടോ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ശ്രീ സത്യസായി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി ഈ കോളേജിലേക്ക് അഡ്മിഷൻ പ്രോസസ്സ് എടുക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ ശ്രീ സത്യസായിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡീംഡ് മെഡിക്കൽ കോളേജസിലേക്ക് അഡ്മിഷൻ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യണമെന്നായിരിക്കും. സോ നമ്മുടെ ടീംസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.